എല്ലാം പറഞ്ഞുതരാം. ഒരു സ്പൈസ് ഗാർഡനിൽ നിൽക്കുവാണ്. ഞാൻ അതിൻ്റെ എവിടെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അതിൻ്റെ എല്ലാം കാണിക്കാം. ഇഷ്ടംപോലെ സാധനങ്ങളാണ് കാണാനുണ്ട്. നമ്മൾ ഫ്രണ്ട് വന്നപ്പോൾ ഒരു ചോക്ലേറ്റ് ലൈഫ് ചോക്ലേറ്റ് ഫാക്ടറി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം ബാക്കി ആയുർവേദിക് മെഡിസിനൽ വാല്യൂസ് ഉള്ള കുറേ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കാണാൻ ബാക്കിയുള്ള കാണാം. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം മെഡിസിനൽ ഉപയോഗമൊന്നുമില്ല, ഔഷധ സയന്റിഫിക്കൽ പേര്. മുമ്പോട്ട് നടക്കാം. ഹായ് ബറാബൂസ്. ഹായ് ഗൈസ്. കുരുമുളകാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ മൂന്നാറിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ടീ പ്ലാന്റ്സ് ഉണ്ട്. ടീ പ്ലാന്റ് കൾട്ടിവേഷൻ ഒക്കെയാണ്. സോ നമ്മളുടെ കാണുന്നത് അത് തന്നെയാണ് ടീ പ്ലാന്റ് കൾട്ടിവേഷൻ. ഗൈസ്, സ്പൈസ് ഗാർഡനിലെ കുറച്ച് ഒരു വ്യത്യസ്തമായ ഒരു വഴിയാണിത്. സോ അങ്ങനെ നമ്മൾ മൂന്നാർ സ്പൈസസ് ഹെർബൽ ഗാർഡനിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ സെക്കൻഡ് പ്ലേസ് ആണ്, വണ്ടർ വാലി എന്ന് പറയും. ഞങ്ങളുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുക. നമ്മൾ വാമ്പയർ റെയിൻഫോൾ കേവിലാണ് പോകുന്നത്. മൂന്നാറിലാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറാണ്. കാണാൻ ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള ഇതുണ്ട്. കുറച്ച് ചെടികൾ ഇവിടെ സെയിൽസും ഉണ്ട്. ഈ വെച്ചൊക്കെ സെയിൽസ് ഇല്ല. വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ നല്ല ഫോട്ടോ സെക്ഷൻ ഒക്കെ എടുക്കാം. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കാക്ടസ് ഗാർഡൻ ആണ് ഇതിപ്പോൾ കാണുന്നത്. ഇവിടെ നിറച്ചും കാണാനുണ്ട്. വാവ്, നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അതെന്തോ അതുകൊണ്ട് ഇപ്പൊ ഫോട്ടോ സെക്ഷൻ. പൊളി വലിയൊരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇതിനകത്തോട്ടൊക്കെ കയറി പോവാം. അവന് ഭയങ്കര ഇഷ്ടമാണ് മുയലൂട്ടിനെ. ഹായ് ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഗൈസ്, മേലോട്ട് അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇത് അത് നമുക്ക് ഇങ്ങോട്ട് പോവാ. ഓ, ഇവിടെയും കുറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഗൈസ്. കാക്ടസ്, ഏറ്റവും കൂടുതൽ റോഡ് സൈഡിൽ എല്ലാം കാണുന്ന ഒരു ചെടിയാണ് ഏഞ്ചലീന. നല്ല
അടുത്ത പോർഷനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ഫ്രൂട്ട് ഗാർഡൻ ആണ്. സോ വേ ഇൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോ ഫോട്ടോ സെക്ഷനിലേക്ക് പോവാണ്. ഹായ് ഗായ്സ്, സോ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഫാം വേൾഡിൻ്റെ ബോട്ടിംഗ് പാർക്കാണ്. ഫാം ബോട്ടിങ്, അതുപോലെ റാഫ്റ്റിംഗ്, പലതരത്തിലെ ബോട്ടിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ കയറാം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് കാണിക്കാം. ഇവിടെ ഒരു ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലമുണ്ട്. സോ നമുക്ക് അവിടെ ഇന്നായിരിക്കും ട്രിവാൻഡ്രത്ത് തിരിച്ചു പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു കാണാനാണ്. സോ ആടുവാണ്. സോ ഇതാണ് സംഭവം. സോറി, എനിക്ക് അറിയത്തില്ല നേരത്തെ പേര്. ബൗൾ ബോട്ടിംഗ്, ബാംബു റാഫ്റ്റിംഗ്, ഫൺ ഫിഷിംഗ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല കുറച്ചൊരു ഒന്ന് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് കയറാം. ഇവിടെ ഇപ്പം ഇവിടെ മറ്റേ റോപ്പ് ഇതുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വട്ടവലയിലേക്ക് പോയതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ ഞങ്ങളിപ്പം ഞങ്ങളിപ്പം ഫൺ ഫിഷിംഗ് ഇവിടെ പോവാണ്. ഇഷ്ടംപോലെ കാണാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മൂന്നാർ വരുന്ന ടീ പ്ലാന്റേഷൻ കാണാൻ വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് നിങ്ങൾ വരണം. വളരെ നല്ല ഒരു സ്ഥലമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫാം വേൾഡിൻ്റെ ഒരു കഫേ ഉണ്ട്. എനിക്ക് തോന്നുന്നു വുഡ് ആർട്ട് ഡെക്കറാണ്. ഫൺ ഫിഷിംഗ് ഏരിയയിലോട്ട് നമ്മൾ പോകണം കേട്ടോ. ഫൺ ഫിഷിംഗ് ഏരിയയിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടിങ്, മീൻപിടുത്തം, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. കുറേ സംഭവങ്ങളായിട്ടൊക്കെ ഇതാണ് ആഘോഷിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാതിരിക്കാം. ഫൺ ഫിഷ് എറീന. ക്യാമറ ഇതാണ് നമ്മുടെ ഫിഷിംഗ് ഏരിയ. സോ ഗൈസ്, സരോണേനെ കണ്ടോ? ഈ സൈഡുണ്ട് ഗൈസ്, അവിടെ വരെയുണ്ട്. നമുക്ക് ഈ പാലത്തിൻ്റെ ഇടയിൽ കൂടെ പോവാം. ഓക്കെ. നമ്മുടെ മീനുണ്ട്. സൈഡിലാണിത്. ഇതാണ് നമ്മുടെ മീൻ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിത് മീൻ കൊടുക്കാൻ പോവാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇട്ട് കൊടുത്ത് അതെല്ലാം കഴിക്കാൻ വന്നിട്ടുണ്ട്. ഫിഷിംഗ് ഒരു ബെസ്റ്റ്